നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹൂതികൾ ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ടെൽ അവീവിലെ ബെൻ ഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി മിസൈൽ പതിച്ച് വൻ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഹൂതി ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. 6 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. വിമാന സർവീസുകൾ അടക്കം നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ആക്രമണത്തിന് പിന്നാലെ ഡൽഹിയിൽ നിന്നും ടെൽ അവീവിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. മെയ് 6 വരെ ടെൽ അവീവിലേക്കും തിരിച്ചുള്ള എല്ലാ വിമാന സർവീസുകളും അടിയന്തരമായി നിർത്തിവെക്കുന്നതായി എയർ ഇന്ത്യ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ ആണ് വിമാനത്താവളത്തിന് നേരെ ഹൂതി മിലിഷ്യയുടെ മിസൈൽ ആക്രമണമുണ്ടായത്. റൺവേയിൽ നിന്ന് 100 മീറ്ററോളം അകലെ ടെർമിനൽ 3ന്റെ പാർക്കിംഗ് സ്ഥലത്താണ് ഈ മിസൈൽ വന്ന് പതിച്ചത്. ഇവിടെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടു. മധ്യ ഇസ്രായേൽ പോലീസ് മേധാവി യായർ ഹെസ്രോണിയെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ടെർമിനലിനും റൺവേകൾക്കും വളരെ അടുത്തായി ഒരു മിസൈൽ വീഴുന്നത് ഇതാദ്യമാണ് എന്നാണ് ഇസ്രായേൽ വിമാനത്താവള അതോറിറ്റി അധികൃതർ പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ത്രിതല വ്യോമ പ്രതിരോധത്തെ ഭേദിച്ചാണ് ഈ മിസൈൽ പതിച്ചിരിക്കുന്നതെന്നത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ ഒന്നുകൂടി ചോദ്യം മുന്നിൽ നിർത്തുകയാണ്. പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതി ബാലിസ്റ്റിക് മിസൈൽ തടയാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം പരാജയമായിരുന്നു. ഉച്ചത്തിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായും മുഴക്കം ഏറെ നേരം നിന്നുവെന്നും വിമാനത്താവളത്തിനകത്തുണ്ടായിരുന്ന ഈ ചില ദൃക്സാക്ഷികളൊക്കെ പറയുന്നുണ്ട്. ആയിരക്കണക്കിന് യാത്രക്കാർ ഈ സമയം എയർപോർട്ട് ടെർമിനലുകളിൽ ഉണ്ടായിരുന്നു. സുരക്ഷാ ജീവനക്കാർ ഉടൻ തന്നെ യാത്രക്കാരോട് സുരക്ഷിതരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കുറേ പേർ വിമാനത്താവളത്തിലെ ബങ്കറുകളിലാണ് അഭയം തേടിയത്. മിസൈൽ വരുന്നതറിഞ്ഞ് പ്രാദേശിക സമയം രാവിലെ 9:18 നിരവധി പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴങ്ങുന്ന സാഹചര്യമുണ്ടായി. വിമാനത്താവളം ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ ഈ ഒരു മിസൈൽ വരുന്നതെന്ന് മനസ്സിലാക്കി മിസൈൽ തടയാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെന്നാണ് സൈന്യം പറയുന്നത്. പക്ഷേ സൈന്യത്തിൻ്റെ ശ്രമമെല്ലാം പരാജയമായിരുന്നു. ഡൽഹിയിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 AI-139 വിമാനം ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപായിരുന്നു വിമാനത്താവളത്തിൽ മിസൈൽ വന്ന് പതിച്ചത്. ജോർദാൻ വിമാന അതിർത്തിയിലായിരുന്നു ഈ സമയം വിമാനം. ഉടൻ അബുദാബിയിലേക്ക് തിരിച്ചുവിട്ടു. വിമാനം വൈകാതെ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. എയർ ഇന്ത്യയ്ക്ക് പുറമെ ഓസ്ട്രിയൻ, യൂറോവിങ്സ്, സ്വിസ്, ലുഫ്താൻസ, ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങിയ എയർലൈൻസുകളും താൽക്കാലികമായി സർവീസ് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹൂതി മിലിഷ്യ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ തുടർച്ചയായ 4ാമത്തെ മിസൈൽ ആക്രമണമാണ് ഈ ഉണ്ടായിരിക്കുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ഉടൻ ചേരും. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. യമനിലെ ഹൂതി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഹൂതികൾ ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു നെതന്യാഹുവിൻ്റെ പ്രതികരണം. ഹൂതികളുടെ ആക്രമണത്തിനുള്ള മറുപടി ഒറ്റത്തവണ നൽകി അവസാനിപ്പിക്കുന്ന രീതിയിലുള്ളതാവില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കുകയാണ്. നേരത്തെയും അത് ചെയ്തതാണ്. അതായത് നേരത്തെ അവർ ആക്രമിക്കുന്നു, ഞങ്ങൾ അവർക്ക് മറുപടി നൽകുന്നു. ഇനിയും അത് ആവർത്തിക്കും. എല്ലാ വിശദാംശങ്ങളും ഇപ്പോൾ പറയാനാവില്ല. ഞങ്ങൾക്കൊപ്പം ചേർന്ന് US-ഉം അവർക്കെതിരെ പോരാടാൻ ഞങ്ങൾക്കൊപ്പം ഉണ്ട്. തിരിച്ചടി ഒന്നിൽ നിൽക്കില്ല എന്നായിരുന്നു അദ്ദേഹം എക്സ് അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 7 ഇരട്ടി ശക്തിയിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രതികരിച്ചത്. എന്തായാലും ഈ ഒരു ആക്രമണം ഹൂതികൾക്കുള്ള വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് ഇസ്രായേലിനെ സജ്ജമാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൻ്റെ 3ാം ടെർമിനലിൽ നിന്ന് 75 മീറ്റർ മാത്രം അകലെയാണ് മിസൈൽ പതിച്ചത്. മിസൈൽ പതിച്ച സ്ഥലത്ത് വലിയൊരു ഗർത്തമുണ്ടായപ്പോൾ എത്രമാത്രം ഒരു വേഗത്തിലാണ് അത് വന്നത് എന്നതാണ് ആ ഒരു ഗർത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുറിയോണിലാണ് ഇത്തരത്തിലൊരു മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. മിസൈൽ പതിച്ചുണ്ടായ സ്ഫോടനത്തിൽ 4 പേർക്കും സുരക്ഷിത സ്ഥാനം തേടി രക്ഷപ്പെടുന്നതിന് 2 പേർക്കും പരിക്കേറ്റു. ആളപായമൊന്നും ഉണ്ടായില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. ഞങ്ങളെ ആക്രമിച്ചത് ആരായാലും
7 ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുമെന്ന ആ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങുകയാണ്. മിസൈൽ തകർക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. അതും വളരെ ഒരു ആശങ്കാജനകമാണ്. ആക്രമണത്തെ തുടർന്ന് ബെൻഗുറിയോൺ വിമാനത്താവളത്തിലെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും തടസ്സം നേരിടുകയുണ്ടായി. എന്നാൽ 1 മണിക്കൂറിനുള്ളിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കാൻ സാധിച്ചതായി ഇസ്രായേൽ വിമാനത്താവള അധികൃതർ അറിയിച്ചു. ആക്രമണം നടത്തിയത് തങ്ങളാണെന്നും ഇസ്രായേലിലെ സുപ്രധാന മേഖലകളിൽ വരെ ആക്രമണം നടത്താൻ ഹൂതികൾക്ക് കഴിയുമെന്നും കാണിക്കാനാണ് ആക്രമണമെന്നും ഹൂതികളുടെ മുതിർന്ന നേതാവ് മുഹമ്മദ് അൽ ബുഗൈദി ഖത്തർ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഈ രാജ്യത്ത് വിന്യസിച്ചിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈൽ തടയാൻ കഴിയാതിരുന്നതോടെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇസ്രായേൽ. ഹൂതി വിമതർക്കെതിരെ US നടത്തുന്ന കടുത്ത സൈനിക നടപടികൾക്കിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് ഇസ്രായേലിനെ കൂടുതൽ അലട്ടുന്നത്. രാജ്യത്തെ ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിലാണ് മിസൈൽ പതിച്ചതെന്നതും ശ്രദ്ധേയം. ഇസ്രായേൽ വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ ആരോയും അമേരിക്കയുടെ താഡ് സംവിധാനവും ഹൂതി മിസൈൽ തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. യമനിൽ നിന്ന് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ വീഴ്ത്താൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെന്നും പക്ഷെ അത് പരാജയപ്പെട്ടു എന്നതും മറ്റൊരു കാര്യത്തിൽ കൂടി വിരൽ ചൂണ്ടുന്നു. അതായത് നമുക്കറിയാം, ഈ ഹമാസ് ഇസ്രായേൽ പോരാട്ടം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്. ഇസ്രായേലിന് വലിയ ഒരു വീഴ്ചയാണ് ആ കാര്യത്തിൽ സംഭവിച്ചത്. ഹമാസ് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നു, അത് പിന്നെ വലിയൊരു യുദ്ധമായി പരിണമിക്കുന്നു. തീർച്ചയായിട്ടും അതേ ഒരു പിഴവ് അല്ലെങ്കിൽ അത് തടയാൻ കഴിഞ്ഞില്ല എന്നത് ഏറെ ആശങ്കാജനകം തന്നെയാണ്. എന്തായാലും ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ടെൽ അവീവിലേക്കുള്ള സർവീസ് എയർ ഇന്ത്യ അടക്കം നിരവധി വിമാന കമ്പനികൾ റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യ വിമാനം ടെൽ അവീവിൽ ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പായിരുന്നു ആക്രമണം നടന്നത്. ഇതേ തുടർന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് ജോർദാൻ ആകാശപരിധിയിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. എന്തായാലും വളരെ ഭയാനകമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ഹമാസ് പോരാട്ടം. ഹമാസ് ഇസ്രായേലിലേക്ക് വരുന്നു, വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു, ഇസ്രായേൽ പൗരന്മാരെ ബന്ധിതരാക്കി കൊണ്ടുപോകുന്നു. എത്രയോ പേരാണ് ഇപ്പോൾ ബന്ധനസ്ഥിലായിരിക്കുന്നത്. ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വലിയൊരു പോരാട്ടത്തിലേക്ക്, വലിയൊരു യുദ്ധത്തിലേക്കാണ് ആ ഒരു സംഭവ വികാസങ്ങൾ നയിച്ചത്. ഗാസയിൽ ഈ ഒരു യുദ്ധത്തിന് ശേഷമുണ്ടായ പ്രത്യാഘാതങ്ങൾ, ഗാസയിലെ ഒരുപാട് പേർ മരിച്ചു വീഴുന്നു, സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഈ ഒരു ദുരന്തം വലിയ രീതിയിൽ ബാധിക്കുന്നു. എത്രയോ പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനിടയിൽ ആ ഒരു ദുരിതം, പട്ടിണി, ഈ ഒരു യുദ്ധം ഒരു രാജ്യത്ത് ഏതൊക്കെ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിന് ഏറ്റവും സമീപകാലത്ത് ഉദാഹരണമായി ഗാസ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ദുരന്തമാണ് രാജ്യം നേരിട്ടുകൊണ്ടിരുന്നത്. ഹമാസ് ഇസ്രായേൽ പോരാട്ടം, അതായത് ഹമാസ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാതെ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ല എന്നായിരുന്നു. അതും ആ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കും വിധമായിരുന്നു പിന്നീട് നടന്ന പോരാട്ടങ്ങൾ. ഇസ്രായേൽ ഹമാസ് പോരാട്ടം ലോകം കണ്ടതായിരുന്നു. അതിനിടയിൽ ഹൂതി വിമതരും ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. ഹൂതി വിമതർക്കെതിരെയും ഇസ്രായേൽ സേന തിരിച്ചടിക്കുന്നു. ഇങ്ങനെ ലോകം സമാനതകളില്ലാത്ത യുദ്ധ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാസയിലെ പട്ടിണി മരണങ്ങളും അതുപോലെ തന്നെ ഗാസയിലെ ജനങ്ങളുടെ ഒരു ദുരിതാവസ്ഥയും വലിയ രീതിയിലാണ് ലോകം കണ്ടത്. സഹായ വാഗ്ദാനവുമായി പലരും രംഗത്തെത്തുകയും ചെയ്തു. ഈ ഭക്ഷണമൊക്കെ അവിടെ എത്തിക്കുന്ന, അല്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ അവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങളാണ് ഗാസയിൽ അരങ്ങേറിയത്. ഇതിനിടയിൽ ഇസ്രായേൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കൊലപ്പെടുത്തുന്നു. അതിന് തിരിച്ചടി, അത്തരത്തിലൊരു വലിയ സാഹചര്യത്തിൽ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ പല രാജ്യങ്ങളും രംഗത്ത് വരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു. ഇറാൻ ഇസ്രായേലിനെതിരെ നിൽക്കുന്നു. അമേരിക്ക ഇസ്രായേലിനെ അനുകൂലിച്ച് നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ യുദ്ധത്തിൻ്റെ ഫലമായി നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഇതിനിടയിൽ ഒരു മധ്യസ്ഥ ശ്രമം പല രാജ്യങ്ങളും, ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്ന ശ്രമവുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമം നടത്തുന്നു. ഇരു കൂട്ടരോടും, അതായത് ഹമാസിനോടും ഇസ്രായേലിനോടും യുദ്ധം അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു. പക്ഷെ അതൊന്നും, ഒരു മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടുകൊണ്ട് ആ ഒരു ആക്രമണമൊക്കെ വീണ്ടും തുടരുന്ന കാഴ്ച കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. വലിയ ദുരന്തമായിരുന്നു ഈ യുദ്ധത്തിന് പിന്നാലെ ഉണ്ടായത്. പക്ഷേ അതിന് കുറച്ചൊരു ആശ്വാസമായത് വെടിനിർത്തൽ കരാർ വന്നതോടെയായിരുന്നു.
വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ഈ ബന്ദികളായവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് കടന്നതാണ്. എന്തായാലും ഒരു യുദ്ധം അത് ഒരു രാജ്യത്തെ മാത്രമല്ല ഇരു കൂട്ടരെയും വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിനെയും അതുപോലെ തന്നെ ഗാസയും ഒക്കെ വലിയ രീതിയിൽ തന്നെ ഈ യുദ്ധം ബാധിച്ചതാണ്. ഇത് ലോകം കാഴ്ചയായതാണ്, കണ്ടതാണ്, സാക്ഷിയായതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ഹൂതി വിമതർ ഇസ്രായേലിന് നേരെ വലിയ രീതിയിലുള്ളൊരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. മിസൈൽ ആക്രമണം നടത്തുന്നു. തീർച്ചയായിട്ടും തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഇസ്രായേൽ. അപ്പോൾ അത് വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു അശാന്തത പടരുകയാണോ എന്ന ചോദ്യം ശക്തമാകുന്നു. നിലയ്ക്കാത്ത പോരാട്ടം അല്ലെങ്കിൽ നിലയ്ക്കാത്ത യുദ്ധം ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.